الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله عما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. ما جف دمع سال من عينين لكنه يجري على الخدين من حب قلبي سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ നേതാവാണ്. ആ വെള്ളിയാഴ്ച ദിവസം നമുക്ക് അള്ളാഹു ഗുണകരമായി സാക്ഷി നിൽക്കുന്ന വെള്ളിയാഴ്ചയാക്കി മാറ്റിത്തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സർവ്വ മുഅ്മിനീ മുഅ്മിനാത്തുകൾ എല്ലാവരുടെയും ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. വിശിഷ്യ നമ്മളുടെ പള്ളിയുടെ ചുറ്റുവട്ടം അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള മുഅ്മിനീ മുഅ്മിനാത്തുകളുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷകരമാക്കി കൊടുക്കട്ടെ. അവർ വല്ല ബുദ്ധിമുട്ടും ഖബറിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, വല്ല ശിക്ഷയും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അവരുടെ ശിക്ഷയെ വെള്ളിയാഴ്ചയുടെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ശിക്ഷയെ ദൂരീകരിച്ച് കൊടുക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഇപ്പോൾ നിലനിൽക്കുന്നത് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണല്ലോ. റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞാൽ തന്നെ ആ മാസത്തിൻ്റെ മഹത്വം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജാതനായി എന്ന ഏറ്റവും വലിയ സവിശേഷതമാണ് ഈ മാസത്തിനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഏത് കാര്യവും പരിശുദ്ധവും പരിപാവനവുമാണ്. ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പെടുക്കൽ സുന്നത്തുള്ള ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് തിങ്കളാഴ്ച. കാരണം എന്തെന്ന് ഹദീസുകളിൽ കാണാം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസം തിങ്കളാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒറ്റ കാരണം കൊണ്ട് തിങ്കളാഴ്ചക്ക് ഒരു സ്ഥാനം കിട്ടുകയാണ്. ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച. എന്നിട്ട് പോലും വെള്ളിയാഴ്ച നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമുക്ക് നബിതങ്ങളുമായി ബന്ധപ്പെട്ട എന്തും പരിശുദ്ധമാണ്, ഏറ്റവും ശ്രേഷ്ഠമായതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ദീനിൽ മുൻപ് കാലങ്ങളിലൊന്നും ഇല്ലാത്ത പല കാര്യങ്ങളും പല ആളുകളും കടത്തിക്കൂട്ടിയത് കൊണ്ടാണ് നമുക്കിപ്പോൾ പല കാര്യങ്ങളിലും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് തന്നെ 1400 കൊല്ലം കഴിഞ്ഞു. ആ കാലങ്ങളിലൊന്നുമില്ലാത്ത കൺഫ്യൂഷനാണ് ഈ ആകെ 100 കൊല്ലമായതിന് ശേഷം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് മനുഷ്യന്മാർ. അത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാം. നബിദിനം കഴിക്കാൻ പറ്റത്തില്ല, അതുപോലെ മൗലൂദ് ഓതരുത്, ഖബർ സിയാറത്ത് ചെയ്യരുത്. ഇതെല്ലാം ഇസ്ലാമിൽ അടിസ്ഥാനമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമായിരിക്കെ ഈ 100 വർഷത്തിന് ശേഷം പൊട്ടിപ്പുറപ്പെട്ട ഒരു ബിദ്അത്തിൻ്റെ ആളുകൾ നമ്മളുടെ ഇസ്ലാമിനെ തന്നെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതായ കുതന്ത്രങ്ങളാണിത്. ഞാൻ പറയുന്നത് നിങ്ങളാരെയും വിഷമിപ്പിക്കാനല്ല, അതിൻ്റെ കുതന്ത്രത്തിൽ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. 1400 വർഷം കൊണ്ട് നബിതങ്ങളും സഹാബത്തും പോകാത്ത സ്വർഗത്തിലേക്കാണോ ഈ 100 വർഷം കൊണ്ട് ഇവർക്ക് കൊണ്ടുപോകാൻ കഴിയുക? ആ ഒറ്റ കാര്യം ചിന്തിച്ച് നോക്കിയാൽ മതി.
ഈ 100 വർഷത്തിന് ശേഷം വന്നവർ സ്വർഗത്തിലും നിബിതങ്ങളും സ്വഹാബത്തും താബിയങ്ങളും തബഅത്താബിയങ്ങളും നരകത്തിലും എന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പഴയത് മതി, ഓൾഡ് ഫാഷന് തന്നെ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ നമുക്ക് മതി. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ആക്കേണ്ട സാധനമല്ല. അത് നബിതങ്ങൾ അത് സ്ഥിരീകരിച്ചു പോയി. അല്ലൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളിതു ലക്കും ഇസ്ലാമ ദീന എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നബിതങ്ങളുടെ ദീന് ഇവിടെ പൂർണ്ണമാക്കിയിട്ടുണ്ട്. ഇനി അതിൽ ഒന്നും ആരും കടത്തി കൂട്ടാൻ നിൽക്കണ്ട എന്ന് നബിതങ്ങളുടെ ദീനിനെ അഥവാ പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് നബിതങ്ങൾക്ക് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാമിൽ പുതുതായി ഉണ്ടാക്കുന്ന ഏത് കാര്യമാണെങ്കിലും നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അതിനെ അനുകൂലിച്ചു പോകും. എന്തിനാ നബിദിനം, എന്തിനാ പള്ളി അലങ്കരിക്കുന്നത്? അത് ചോദിക്കാൻ നമുക്ക് ഭൗതികമായി തന്നെ ചോദിക്കാം. നമ്മളുടെ കുഞ്ഞ് ജനിച്ചാൽ നമ്മൾ സന്തോഷിക്കുന്നില്ലേ? നമ്മളുടെ മാതാപിതാക്കൾ അതുപോലെ നമ്മളുടെ വേണ്ടപ്പെട്ടവരുടെ ജന്മദിനത്തിലും അതുപോലെ കല്യാണത്തിലും അതുപോലെ കാര്യങ്ങളിലും നമ്മൾ സന്തോഷിക്കുന്നില്ലേ? അപ്പോൾ ലോകത്തിൻ്റെ തന്നെ നേതാവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസത്തിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുകയില്ല. എന്ത് ന്യായമാണുള്ളത്? അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇസ്ലാമിനെ വികൃതമാക്കാൻ വേണ്ടി ജൂതന്മാരുടെ കുതന്ത്രമാണ് ഈ വിദേഹത്തിൻ്റെ ആളുകൾ ഉണ്ടാകാൻ കാരണം. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അൻഫറിൻ്റെ ഡയറി കുറിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അത് വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാകും ഇത് എങ്ങനെയാണ് ഈ വിദേഹത്തിൻ്റെ ആൾക്കാരുണ്ടാക്കിയത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു വസ്തുതയാണ്. ഒരിക്കലും മുസ്ലിമീങ്ങളെ തകർക്കാൻ കഴിയുകയില്ല. കാരണം മുസ്ലിമീങ്ങൾ നല്ല ഐക്യമുള്ളവരാണ്. അവരെ തകർക്കണമെങ്കിൽ ഒറ്റ കാര്യമേ കഴിയുകയുള്ളൂ, അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോട് മാത്രം ഉണ്ടാക്കിയ വിഘടനവാദികൾ ഉണ്ടാക്കിയതാണ് ഈ ഇസ്ലാമിൽ മുൻപ് കാലങ്ങളിൽ ചെയ്തു പോയ എല്ലാ കാര്യങ്ങളും നിഷേധിക്കുക, എതിർക്കുക എന്ന കാര്യം. അതുകൊണ്ട് ചിന്തിക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്. അതുകൊണ്ട് ഇത്രയും ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ കാര്യമാണ് അള്ളാഹുവിനെയും നബിയെയും ഇഷ്ടം വെക്കുക എന്ന്. നബി തങ്ങളെ ഇഷ്ടം വെക്കാതെ, നബി തങ്ങളെ ബഹുമാനിക്കാതെ, നബി തങ്ങളെ ആദരിക്കാതെ എങ്ങനെ ഒരു മനുഷ്യന് യഥാർത്ഥ മുഅ്മിനാകാൻ കഴിയും എന്ന കാര്യം അത്ഭുതകരമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വന്നിട്ടാണോ മോനെ നീ മുസ്ലിം ആയിക്കോ, ഇസ്ലാം ഇതാണ്, ഇസ്ലാം കാര്യം 5ആണ്, ഈമാൻ കാര്യം 6ആണ് എന്ന് അള്ളാഹു ആണോ പഠിപ്പിച്ച്? അല്ല, ഒരിക്കലും അള്ളാഹു അല്ല പഠിപ്പിച്ചത്. അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലെങ്കിൽ ഇസ്ലാം തന്നെ ഇല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നമുക്ക് ഇസ്ലാം അള്ളാഹുവിൽ നിന്ന് പഠിപ്പിച്ചു തന്ന ഒറ്റ കാരണം കൊണ്ടാണ് നമുക്കിപ്പോൾ നമ്മൾ മുസ്ലിമീങ്ങളെന്ന് അന്തസ്സോട് അഭിമാനത്തോട് പറഞ്ഞ് നടക്കാൻ കഴിയുന്നത്. അല്ലാതെ ഇവർ പറഞ്ഞ പോലെ 100 കൊല്ലം കൊണ്ട് ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യങ്ങൾ എല്ലാം നിഷേധിച്ച് പരസ്പരം കാഫിറും മുശ്രിക്കീങ്ങളുമാക്കി. എന്ത് ചെയ്താലും കുഫ്ർ, എന്ത് ചെയ്താലും മുശ്രിക്ക് എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ അവഹേളപ്പെടുത്തുന്ന, ഇസ്ലാമിനെ മറ്റുള്ളവരുടെ മുന്നിൽ ഭീകരവാദവും അതുപോലെ ഭീകരവാദവുമെല്ലാം ഭീകരവാദികളും തീവ്രവാദികളുമാക്കി ചിത്രീകരിക്കാൻ ഈ കുതന്ത്രങ്ങൾ ഈ മെനഞ്ഞെടുത്തത് ജൂതന്മാരെന്നാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഞാൻ പറഞ്ഞുവല്ലോ, ഇസ്ലാമിനെ തകർക്കണമെങ്കിൽ മുസ്ലിങ്ങൾ ഐക്യത്തോടെയാണ് കഴിയുന്നത്. അപ്പോൾ അവർക്ക് ഈ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ ആളുകൾ ഉണ്ടാക്കിയതാണ് ബിദഅത്തിന്റെ ആളുകളെ. അപ്പോൾ അവർ എന്ന് പറഞ്ഞു, എന്ത് ഇസ്ലാമിൽ ഇത് പറ്റുകയില്ല, നബിദിനം പറ്റുകയില്ല, ഖബർ സിയാറത്ത് പറ്റുകയില്ല. അതെല്ലാം ഖുർആൻ കൊണ്ടും ഇസ്ലാമിൽ നബി തങ്ങളുടെ ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ്. ആയിരിക്കെ തന്നെ അത് എതിർപ്പുണ്ടാക്കി ജനങ്ങളുടെ മനസ്സിൽ ഭിന്നത ഉണ്ടാക്കി. അതാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മൾ ഐക്യത്തോടെ തന്നെ ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് ഈ ജൂതന്മാരും അതുപോലെ മറ്റുള്ള നമ്മുടെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് നമ്മൾ അവരുടെ കാര്യങ്ങളിൽ വെള്ളം വെച്ച് കൊടുക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ നബി തങ്ങളോടുള്ള സ്നേഹം അതില്ലെങ്കിൽ അവനോട് എന്ത് മുസ്ലിമാണ്? ഞാൻ പറഞ്ഞുവല്ലോ, നമ്മളുടെ ഒരു കൊച്ചു കുഞ്ഞുണ്ടായാൽ നമുക്ക് എന്ത് സന്തോഷമാണ്, അവൻ്റെ ബർത്ത്ഡേ വന്നാൽ എന്ത് സന്തോഷമാണ്. പക്ഷേ നബി തങ്ങളുടെ ബർത്ത്ഡേ കഴിക്കാൻ പറ്റത്തില്ല. എന്ത് ന്യായമാണ് ഇതിന് പറയാനുള്ളത്? നബി തങ്ങളില്ലെങ്കിൽ ഈ ദുനിയാവ് തന്നെ ഇല്ല, ഭൂമി തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഈ ലോകത്തേക്ക് എല്ലാ ജനങ്ങൾക്കും, ലോകർക്ക് എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. ജനങ്ങൾ മാത്രമല്ല, ജീവിയും ജീവനില്ലാത്തതും എല്ലാ വസ്തുക്കൾക്കും എല്ലാത്തിനും കാരുണ്യമായിട്ടാണ് നബി തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല
അയച്ചിട്ടുള്ളത് എന്നാണ് പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഖുർആനിൽ നിന്ന് തെളിവുണ്ടോ നബിദിനം കഴിക്കാൻ എന്ന് ചോദിക്കുന്നവർക്ക് ഖുർആൻ കൊണ്ട് തന്നെ നമുക്ക് തെളിയിക്കാൻ പറ്റും. നബിദിനം കഴിക്കാൻ ഖുർആനിൽ തെളിവുണ്ട്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. അപ്പോൾ ഇവിടെ നബി തങ്ങളെ പറഞ്ഞത് എന്താണ്? റഹ്മത്ത്, കാരുണ്യമായിട്ടാണ് നബിയെ അങ്ങയെ ഞാൻ അയച്ചിട്ടുള്ളത്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ വേറൊരു സൂക്തത്തിൽ കാണാം, ഖുർആൻ എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യമുള്ള ഒരു കാര്യമല്ലല്ലോ, ഒരു ഗ്രന്ഥമല്ലല്ലോ. അപ്പോൾ നമുക്ക് എല്ലാം കൂട്ടി യോജിച്ച് നോക്കുമ്പോൾ മനസ്സിലാകും. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ഈ ആയത്തിൽ എന്ത് പറയുന്നു? അള്ളാഹു പരിശുദ്ധ നബി തങ്ങളെ അയച്ചിട്ടുള്ളത് ലോകർക്ക് മൊത്തം കാരുണ്യമായിട്ടാണ്. വേറൊരു ആയത്തിലുണ്ട് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫൽയഫ്റഹു. നിങ്ങൾ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യൂനിസിലുണ്ട് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫൽയഫ്റഹു എന്നുണ്ട്. അവിടെ എന്താ പറയുന്നത്? അള്ളാഹുവിൻ്റെ ഫദ്ൽ കൊണ്ട് നിങ്ങൾ വബിറഹ്മതിഹി, അവിടെ റഹ്മത്ത് നേരത്തെ പറഞ്ഞ അതേ ആയത്തിൽ എന്താ പറയുന്നത്? റഹ്മത്ത്, കാരുണ്യം. അപ്പോൾ രണ്ട് സ്ഥലത്തും റഹ്മത്ത്, അള്ളാഹുവിൻ്റെ റഹ്മത്തിന് നിങ്ങൾ സന്തോഷിക്കണം. അപ്പോൾ എന്ത് മനസ്സിലായി? അള്ളാഹുവിൻ്റെ റഹ്മത്താണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ജനിച്ച ദിവസത്തിൽ നമ്മൾ സന്തോഷിക്കണമെന്ന് ഖുർആൻ കൊണ്ട് തന്നെ നമുക്ക് നബിദിനം സ്ഥിരപ്പെട്ടതാണെന്ന് വ്യക്തമായിട്ട് പറയാൻ കഴിയും. ഖുർആനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷേ നമുക്ക് ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. ഞാൻ പറഞ്ഞല്ലോ, ഈ രണ്ടായത്തിലും റഹ്മത്ത് എന്നാണ് പറഞ്ഞത്. റഹ്മത്ത് എന്നാൽ കാരുണ്യം. ഇവിടെ രണ്ടും ഉദ്ദേശിച്ച് നബി തങ്ങളെ തന്നെയാണ്. അപ്പോൾ നബി തങ്ങൾ ജനിച്ച ദിവസത്തിൽ നമ്മൾ സന്തോഷിക്കണം. സന്തോഷിക്കാൻ കഴിയാത്തവർ നബി തങ്ങളുടെ അനുയായിയാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഞാൻ പറഞ്ഞുവല്ലോ, ഇസ്ലാമുണ്ട് എന്ന് പറയാമെങ്കിൽ നബി തങ്ങൾ വേണം. നബി തങ്ങൾ അംഗീകരിക്കാതെ എങ്ങനെ ഒരു മനുഷ്യന് മുസ്ലിമാകാൻ കഴിയും? ഒരു മുസ്ലിം ആകണമെങ്കിൽ അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അവൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് നിർത്തിയാൽ അവൻ മുസ്ലിം ആവുകയില്ല. വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. നബി തങ്ങളെയും അള്ളാഹുവിനെയും അംഗീകരിച്ചാലേ ഒരാൾ യഥാർത്ഥ മുസ്ലിം ആവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ആരെയും കുറ്റപ്പെടുത്താനോ വിഷമിപ്പിക്കാനോ അല്ല, ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അല്ലാഹു തആലയോടുള്ള സ്നേഹം തന്നെയാണ്. നബി തങ്ങളെയും അള്ളാഹുവിനെയും സ്നേഹിക്കാതെ ഒരുത്തന് യഥാർത്ഥ മുസ്ലിമാകാൻ കഴിയുകയില്ല. അതുപോലെ നബി തങ്ങളെ മോശപ്പെടുത്തിയും സാധാരണ മനുഷ്യനാണെന്നും പോസ്റ്റ്മാനാണെന്നും അതുപോലെ എല്ലാം പറയുന്നവർ ചിന്തിക്കണം. കാരണം അള്ളാഹുവിന് ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നബി തങ്ങൾ തന്നെയാണുള്ളൂ. നബി തങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് അടിയുറപ്പിച്ച് പറയാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ എത്രയോ നബിമാരെ പേര് പറഞ്ഞിട്ടുണ്ട്. ഓ മൂസ അലൈഹിസ്സലാം, ഓ യാ മൂസ, യോ ഇബ്രാഹിം എന്ന് എന്ന് പറഞ്ഞ് വിളിക്കുന്ന രീതിയുണ്ട്. പക്ഷെ പരിശുദ്ധ ഖുർആനിൽ ഈ ഒറ്റ കാര്യം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും നബി തങ്ങളോടുള്ള അള്ളാഹുവിൻ്റെ ബഹുമാനം, സ്നേഹം എത്രത്തോളമാണെന്ന്. ഓ മുഹമ്മദ് എന്ന്, യാ മുഹമ്മദ് എന്ന് ഖുർആൻ നിങ്ങൾ മൊത്തം എടുത്തു നോക്കിയാലും യാ മുഹമ്മദ് എന്നൊരു വാക്ക് കാണാൻ കഴിയുകയില്ല. അതിൻ്റെ അർത്ഥം എന്താ? നമ്മളൊരാളെ വിളിക്കുന്നു, ഓ ഇങ്ങോട്ട് വാ എന്ന് ബഹുമാനമില്ലാതിരിക്കുമ്പോഴല്ലേ? ബഹുമാനം അത്രത്തോളം ഉണ്ടെങ്കിൽ അങ്ങനെ വിളിക്കത്തില്ല. അതുകൊണ്ടാണ് നബി തങ്ങളോട് അത്രയും ബഹുമാനത്തോടെയാണ് അള്ളാഹു അത് നബി തങ്ങളെ വിളിച്ചത്. ഓ മുഹമ്മദ് എന്ന് ഒരു ഖുർആനിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ ഓ മൂസ, ഓ ഇബ്രാഹിം, ഓ ആദം എന്ന് എത്രയോ സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നബി തങ്ങളെ നമ്മൾ കുറ്റപ്പെടുത്തുകയും മോശക്കാരനാണെന്ന് പറയുകയും സാധാരണ മനുഷ്യനാണെന്ന് പറയുകയും ചെയ്താൽ അവൻ്റെ ദീന് തന്നെ പുറത്തു പോകും. പക്ഷെ അവൻ മുസ്ലിമായി ജീവിക്കുന്നുണ്ടാകും, യഥാർത്ഥത്തിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടാവും, കാഫിറായിട്ടുണ്ടാവും. അതുകൊണ്ട് അള്ളാഹു ബഹുമാനിച്ച, അള്ളാഹു ആദരിച്ച വസ്തുക്കളെയും വ്യക്തികളെയും ആദരിക്കലും ബഹുമാനിക്കലും ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണ്. അതിനൊരു തെളിവ് നമുക്ക് പറയാമല്ലോ. ആദം നബി അലൈഹി സ്വലാമിനെ സുജൂദ് ചെയ്യാൻ ഇബ്ലീസിനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ സുജൂദ് ചെയ്യില്ല. ആ ഒറ്റ കാരണം ഇബ്ലീസിനെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി കാലാകാലം അവൻ നരകത്തിൻ്റെ അവകാശിയാകാൻ കാരണമായി. ഇതെന്താ കാരണം? അള്ളാഹു ആദരിച്ചൊരു വ്യക്തിയാണ് ആദം നബി അലൈഹി സ്വലാം. ആദം നബി അലൈഹി സ്വലാമിനെ ഇബ്ലീസ് ബഹുമാനിക്കാൻ തയ്യാറാകാത്ത ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇബ്ലീസിനെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അതുകൊണ്ട് നമ്മൾ ഈ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. അള്ളാഹു നമ്മളെ സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇസ്ലാം
ഒരു വ്യക്തിയുടെ ഇസ്ലാം പൂർണ്ണമാകണമെങ്കിൽ അവൻ അള്ളാഹുവിനെയും നബിതങ്ങളെയും ഒരുപോലെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. ഇസ്ലാമിൻ്റെ മാധുര്യം ഒരാൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു അടയാളമാണ് അത് അള്ളാഹു തആലയും അതുപോലെ നബിതങ്ങളുമായിരിക്കണം അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ലോകത്ത് ഏറ്റവും അവൻ കൂടുതൽ സ്നേഹിക്കുന്ന അള്ളാഹുവും അവൻ്റെ റസൂലും ആകുന്നിടത്തോളം കാലം അവൻ യഥാർത്ഥത്തിൽ മുസ്ലിം തന്നെ ആവുകയില്ല. അതുകൊണ്ട് നമ്മളെല്ലാം ചിന്തിക്കണം, പാരമ്പര്യമാണ് ഏറ്റവും ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. പാരമ്പര്യമായി കിട്ടിയതാണ് നമുക്ക് ഇസ്ലാം. അതുകൊണ്ട് പുതുതായി എന്ത് വന്നാലും പാരമ്പര്യത്തിലേക്ക് നമുക്ക് നോക്കിയാൽ പാരമ്പര്യമായി നമ്മളുടെ അത്താത്തമാർ എന്താണ് ചെയ്തത് അത് തന്നെയാണ് സത്യം. നമുക്ക് പറയാൻ പറ്റും അവരെല്ലാം കാഫിര്യങ്ങളും നരകത്തിൻ്റെ അവകാശികളും, നമ്മൾ ഇപ്പോൾ മിന്നാന്ന് അല്ലെങ്കിൽ അതിന് 2 ദിവസം മുൻപ് ജനിച്ച ഇവർ സ്വർഗത്തിലും വർഷങ്ങളായിട്ട് ഇസ്ലാം അടിസ്ഥാനമായി ജീവിച്ചവർ നരകത്തിലുമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റുകയില്ലല്ലോ. അതുപോലെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ പറഞ്ഞല്ലോ ഈ വിധത്തിൽ ഉണ്ടാക്കിയത്. അപ്പോൾ ചോദിച്ചു, നബിതങ്ങളുടെ കാലത്തുണ്ടോ മൗലൂദ്? നബിതങ്ങളുടെ കാലത്ത് മൗലൂദ് ഉണ്ടോ? ഉണ്ട്. ഇവർ ഒന്നും പഠിക്കുകയില്ല, ജനങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയുള്ളൂ ചെയ്യുക. മഹാനായ ഹസ്സാൻ ബിൻ സാബിത്ത് നബിതങ്ങളുടെ കവി എന്നാണ് അദ്ദേഹത്തിന് നബിതങ്ങൾ അപരനാമം കൊടുത്തിട്ടുള്ളത്. നബിതങ്ങളുടെ മതം ഇങ്ങനെ പറയും. നബിതങ്ങൾ അതിന് അർഹനാണ്. ഒരാൾക്ക് അർഹതപ്പെട്ട നമ്മൾ വകവെച്ച് കൊടുക്കലല്ലേ അതിൻ്റെ കാര്യം. അല്ല നബിതങ്ങൾ എല്ലാത്തിനും നബിതങ്ങൾ നമ്മൾ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ഇലാഹായിട്ട് കാണുന്നില്ല. അങ്ങനെ കാണിച്ചാൽ അവൻ കാഫിറാവും. ഒരിക്കലും നമ്മൾ ഒന്നും വേണ്ട, നമ്മളുടെ അത്തമാർ അല്ലെങ്കിൽ അത്താത്തമാർ അവർ ജീവിച്ചാലും അവർ മരിച്ചാലും അവരെ കുറിച്ച് നമ്മൾ പറയുമല്ലോ. അപ്പോൾ അങ്ങനെ നല്ലത് പറഞ്ഞാൽ നമ്മൾ അപ്പോൾ കാഫിറാകുമോ? ഇല്ല. പക്ഷേ നബിതങ്ങളുടെ കാര്യത്തിൽ മാത്രം അത് പറഞ്ഞാൽ കാഫിറാകുമെന്ന് പറയുന്നത് എന്തടിസ്ഥാനമാണുള്ളത്? അതുകൊണ്ട് നബിതങ്ങൾക്ക് നമ്മൾ അർഹതപ്പെട്ട് വില വെച്ച് കൊടുക്കണം. നബിതങ്ങളെ അടിയുറച്ച് സ്നേഹിക്കണം. മക്കയിലുണ്ടോ മദീനയിലുണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ജൂതന്മാരുടെ അവരാണ് ഇപ്പോൾ മക്കയും മദീനയിലും ഒരു ബാഹ്യമായ അധികാരം അവരുടെ കയ്യിലാണ്. പിന്നെ എങ്ങനെ അവരെന്ത് ചെയ്യും? അവർ പിന്നെ എങ്ങനെ നബിദിനം മക്കയിലും മദീനയിലും ആഘോഷിക്കും? അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും ചിന്തിക്കേണ്ടതില്ല. നമ്മുടെ പൂർവികർ നരകത്തിലാണെങ്കിൽ നമ്മൾ നരകത്തിലേക്ക് പോയിക്കോട്ടെ. എന്തായാലും 100 വർഷത്തിന് ശേഷം വന്നവർ എന്തായാലും നരകത്തിലും മറ്റുള്ളവർ ഇവർ സ്വർഗത്തിലും മറ്റുള്ളവർ നരകത്തിലും എന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമ്മളുടെ മനസ്സിൽ നമുക്ക് സംശയങ്ങൾ ഉണ്ടാക്കലാണ് ഇവരുടെ ലക്ഷ്യം. നമ്മൾ അവരുടെ കുതന്ത്രത്തിൽ പെട്ടുപോകരുത്. മൗലൂദാദാൻ തെളിവുണ്ടോ എന്നതിന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ, അതും പള്ളിയിൽ വെച്ച്, മദീനയിലെ പള്ളിയിൽ വെച്ച് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു മൗലൂദ് ഓതിയിട്ടുണ്ട്. അപ്പോൾ അത് നബി തങ്ങൾ കേട്ടിരിക്കുക. നബി അങ്ങനെ പറയണ്ടേ, മോനെ ഷിർക്കാണ്, എൻ്റെ പേരിൽ മൗലൂദൊന്നും ഓതരുത് നബി തങ്ങൾ പറയണ്ടേ? നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം എന്താണ്? അത് ഷിർക്കല്ല, അത് ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് നബി തങ്ങൾ അത് അംഗീകരിക്കുകയാണ് ചെയ്തത്. ഹസ്സാൻ ബിൻ സാബിത്ത് നബിയുടെ ജീവിതകാലത്തും അതുപോലെ മഹാനവർകൾ നബിയുടെ വഫാത്തിന് ശേഷവും നബി തങ്ങളുടെ മൗലൂദ് ഓതിയിട്ടുണ്ട്. മൗലൂദ് എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ പ്രകീർത്തനങ്ങൾ, നബി തങ്ങൾ ജനിച്ചപ്പോഴുള്ള അത്ഭുതങ്ങൾ, അതുപോലെ നബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണല്ലോ ഈ മൗലൂദ് എന്ന് പറയുന്നത്. അത് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൂർവികരെല്ലാം ഗാഫിര്യങ്ങളാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് നബി തങ്ങളുടെ സ്നേഹിക്കലും ബഹുമാനിക്കലും നമ്മളുടെ കടമയാണ്. അതുപോലെ ഒരു മുസ്ലിമും തന്നെ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നില്ല. അങ്ങനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കാഫിർ എന്ന് പറയും വേണം. ഉദാഹരണത്തിന് പറയാം, ഞാൻ ഇന്ന് ളുഹർ നിസ്കരിക്കുന്നത് അള്ളാഹു തആലാക്ക് വേണ്ടി നമ്മൾ നിയ്യത്തിൽ പറയുന്നുണ്ടല്ലോ, ളുഹർ എന്ന നമസ്കാരം അള്ളാഹു തആലാക്ക് വേണ്ടി നാം നമസ്കരിക്കുന്നു. അവിടെ ഒരാൾ പറയുകയാണ് നബി തങ്ങൾക്ക് വേണ്ടി ഞാൻ 2 റക്അത്ത് നിസ്കരിക്കുന്നു. അങ്ങനെ ഒരു മുസ്ലിമും പറയുന്നില്ല. പിന്നെ എങ്ങനെ അവരെ കാഫിറാക്കാൻ പറ്റും? ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവരെ ഒരിക്കലും കാഫിറാണെന്ന് പറയാൻ പറ്റുകയില്ല. ഇപ്പോൾ ഇത്രയും പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നബി തങ്ങളെ നമ്മൾ സ്നേഹിക്കണം എന്ന് ബോധ്യപ്പെട്ടല്ലോ. നബി തങ്ങളെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? അത് നബി തങ്ങളുടെ ചര്യകൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം. നബി തങ്ങളുടെ ചര്യയാണ് തലമറക്കൽ, അതുപോലെ താടി വളർത്തൽ, അതുപോലെ ഒരുപാട് സുന്നത്തുകളുണ്ട്. നബി തങ്ങളുടെ സുന്നത്തുകളെ മുറുകെ പിടിച്ച് ജീവിക്കൽ, അതാണ് നബി തങ്ങളോടുള്ള സ്നേഹം. അതുപോലെ സ്വലാത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കുക. അതുപോലെ
നബിതങ്ങളുടെ സ്വഭാവം നമ്മൾ അങ്ങനെ റോൾ മോഡലാക്കിയ, ഉദാഹരണത്തിന് നമ്മൾ ഏതെങ്കിലും സിനിമാ നടൻ മറ്റുള്ള സ്പോർട്സ് താരങ്ങളോട് അവരോടുള്ള സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്, അവനെങ്ങനെയാണോ മുടി വെട്ടി അതുപോലെ വെട്ടുക, അതുപോലെ തന്നെയാണ് നബിതങ്ങളുടെ കാര്യത്തിലും. നബിതങ്ങൾ എങ്ങനെയാണോ വസ്ത്രം ധരിച്ച് അതുപോലെ ധരിക്കുക, നബിതങ്ങൾ എങ്ങനെയാണോ ഭക്ഷണം കഴിച്ച് അതുപോലെ ചെയ്യിക്കുക, നബിതങ്ങൾ എങ്ങനെയാണ് മലമൂത്ര വിസർജനം ചെയ്ത് അതുപോലും ഏത് കാര്യങ്ങളും നബിതങ്ങളോട് അനുവാദം ചെയ്യുക എന്നതാണ് നബിതങ്ങളോടുള്ള സ്നേഹപ്രകടനത്തിൻ്റെ അടയാളം. നമ്മൾ അങ്ങനെയാണല്ലോ, ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന പോലെ ചെയ്യും. അപ്പോൾ നബിതങ്ങളോട് നമ്മൾ ചര്യ മുറുകെ പിടിച്ച് ജീവിക്കുക. അപ്പോൾ ജീവിതകാലത്തിൽ ഒരിക്കലും ഇനി വിചാരിക്കുക, നമ്മൾ ദൃഢനിശ്ചയം ചെയ്യുക, നബി തങ്ങളുടെ സുന്നത്താണല്ലോ, ഞാൻ നബിയെ സ്നേഹിക്കുന്ന ആളാണല്ലോ, ഇനി ജീവിതകാലത്ത് ഞാൻ ഒരിക്കലും താടി പഠിക്കുകയില്ല. കാരണം നബിതങ്ങൾ താടിയുള്ള ആളായിരുന്നു. അങ്ങനെ സുന്നത്തിലെ നബിതങ്ങൾ താടി വളർത്തുമോ? അതുകൊണ്ട് നമ്മൾ വിചാരിക്കുക, ഞാൻ ഇനി ഒരിക്കലും താടി വെക്കുകയില്ല, പേരിനെങ്കിലും ആ സുന്നത്ത് കിട്ടാൻ വേണ്ടിയെങ്കിലും ആ നബിതങ്ങളോടുള്ള സ്നേഹത്തിന് അത് സ്നേഹപ്രകടനം അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നബി സ്നേഹമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഒരാളെങ്ങനെ നമ്മൾ റോൾ മോഡലാക്കുന്നത് അതുപോലെ ചെയ്യുക. നബിതങ്ങൾ അതുപോലെ വസ്ത്രം ധരിക്കൽ, നിര്യാണിക്ക് താഴെ ഒരിക്കലും പുരുഷന്മാരോട് വസ്ത്രം താഴോട്ട് ഇറങ്ങിപ്പോയിരുതെന്നാണ് ഇസ്ലാമിൻ്റെ കൽപ്പന. അതുപോലെ നമ്മൾ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കരുത്, അതുപോലെ ടൈറ്റുള്ള വസ്ത്രം ധരിക്കരുത്. അപ്പോൾ നമ്മളെല്ലാം പഠിക്കുക, നബിതങ്ങൾ എന്താണോ ചെയ്ത് അതുപോലെ ചെയ്യുക, അതുപോലെ ജീവിക്കുക എന്നതാണ് നബിതങ്ങളോട് നമ്മൾ അനുധാവനം ചെയ്യുന്നതിൻ്റെ ശരിയായ രീതി. വേറൊരു കാര്യം, നമ്മൾ നബിതങ്ങളോടുള്ള സ്നേഹം എങ്ങനെയാണ് നബിതങ്ങൾ സ്നേഹിക്കുക? ധാരാളം സ്വലാത്ത് ചൊല്ലുക. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ സ്വലാത്തുൽ ഫാത്തിഹ്, സ്വലാത്തുൽ നൂരി, എത്ര സ്വലാത്തുകളാണ്, സ്വലാത്തിൻ്റെ ഒരു കന്നും കണക്കും എത്ര പറഞ്ഞാൽ തീരാത്ത അനവധി സ്വലാത്തുകളുണ്ട്. അതിൽ നമുക്ക് ഏതെങ്കിലും സ്വലാത്ത് ധാരാളം ചൊല്ലുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം മഹാന്മാർ പറയുന്നുണ്ട്, വെള്ളിയാഴ്ച ദിവസം ചുരുങ്ങിയത് 300 സ്വലാത്തെങ്കിലും ചെല്ലണം. ചുരുങ്ങിയത് എന്ന് പറയണമെങ്കിൽ 300 സ്വലാത്തെങ്കിലും വെള്ളിയാഴ്ച ദിവസം ചെല്ലണമെന്നാണ് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ധാരാളം സ്വലാത്ത് ചെല്ലുക, നബിതങ്ങളിലേക്ക് അടുക്കുക. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അടുത്താൽ അത് അള്ളാഹുവിലേക്കുള്ള അടുക്കലാണ്. കാരണം അള്ളാഹുവിലേക്ക് അടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നബി ഇല്ലാതെ ഒരിക്കലും അള്ളാഹു തആലയിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റുകയില്ല. കാരണം നമ്മളുടെ ആരെങ്കിലും അടുത്തിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ടോ? മോനെ ഇങ്ങനെയാണ് ഇസ്ലാം, ഇങ്ങനെ നീ നിസ്കരിക്കണം, ഇങ്ങനെ നോമ്പ് നോൽക്കണം എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം ആരുടെ അടുത്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നബിതങ്ങളിലൂടെയാണ് നമുക്ക് അള്ളാഹു ഇസ്ലാം കനിഞ്ഞേകിയിട്ടുള്ളത്. അപ്പോൾ നബിതങ്ങളെ അംഗീകരിക്കാതെ, നബിതങ്ങളെ വിശ്വസിക്കാതെ, നബിതങ്ങളെ വാഴ്ത്താതെ പുകഴ്ത്താതെ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധ്യമല്ല. ഞാൻ ഒരുപാട് കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ സ്വലാത്തിൻ്റെ മഹത്വം പറഞ്ഞാൽ ഒടുങ്ങുകയില്ല. ധാരാളം സ്വലാത്ത് ചൊല്ലുക. മഹാന്മാർകൾ ഒരുപാട് നബിതങ്ങളെ സ്നേഹിച്ചവരായിരുന്നു. ഞാൻ ആദ്യം പാടിയല്ലോ പാട്ട്, മജഫദം സാലമിൻ ഐനൈനി ലകിന്നഹു യജ്രി അലൽ ഖദ്ദൈനി من حب قلبي سيد القونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما. മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു നബിതങ്ങളെ സ്നേഹിച്ച് മദീനയിൽ വെച്ച് പോയി അവിടെ വെച്ച് പാടിയ ഗാനമാണിത്. എൻ്റെ നബിതങ്ങളെ അങ്ങയോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് അശ്രുകണങ്ങൾ കണ്ണീര് ധാരധാരയായി ഒഴുകുകയാണ് നബിയെ. നമ്മൾ അങ്ങനെയാണല്ലോ, സ്നേഹം കൊണ്ട്, നബിയോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് എപ്പോഴും കണ്ണുനീരിങ്ങനെ ഒരുകുകയാണ് നബിയെ. എൻ്റെ കൽബ് എപ്പോഴും അങ്ങയുടെ ഈ ഇഷ്കിലാണ് അതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നബിയെ സ്നേഹിക്കുക, അതിന് നബിതങ്ങളുടെ ചര്യകൾ മുറുകെ പിടിച്ച് ജീവിക്കുക, അതുപോലെ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. സ്വലാത്തിൻ്റെ ഒരു മഹത്വം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ തവാഫ് ചെയ്യുകയാണ്. തവാഫിൻ്റെ വേളയിൽ എല്ലാവരും പല സ്വലാത്തുകളും പല ദിക്റുകളും ചൊല്ലും. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന ഖുർആനിലെ പരിശുദ്ധമായ ഖുർആനിലെ അള്ളാഹു പറയാൻ കൽപ്പിച്ച ഒരു ദുആ ആണത്. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവേ ഞങ്ങൾക്ക് നീ നന്മ നൽകണേ.
അപ്പോൾ അത് ചെല്ലാം. കാരണം ആ ഒറ്റ ദുആയിൽ എല്ലാം പെട്ടു. ദുനിയാവും ആഖിറും എല്ലാം ആ ദുആയിൽ സംക്ഷിപ്തമായതുകൊണ്ട് ആ ദുആ ചെല്ലാം. അതുപോലെ ഏത് ദുആവും സ്വലാത്തും എന്തും ചെല്ലാം. പക്ഷേ മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു തവാഫ് ചെയ്യുമ്പോൾ ഒരു മനുഷ്യനെ മാത്രം എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായിട്ട് സ്വലാത്താണ് അദ്ദേഹം ചെല്ലുന്നത്. എന്ത് അത്ഭുതമാണിത്! മറ്റ് ദുആ ചെയ്യേണ്ട സ്ഥലത്ത് ഇദ്ദേഹം എന്താണല്ലോ സ്വലാത്ത് ചെല്ലുന്നത് എന്ന് ആ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിന് ഒരു കൗതുകം. കാരണം ആരും ചെയ്യാത്ത കാര്യമാണ്, എല്ലാവരും ചെയ്യുന്നതിന് വിപരീതമായതുകൊണ്ട് മഹാനവർഗൾക്ക് അത്ഭുതമായി, എന്താണ് ഈ മനുഷ്യൻ ഇങ്ങനെ ചെല്ലാൻ കാരണമെന്ന്. അപ്പോൾ മഹാനവർകൾ തവാഫിന് ശേഷം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനും എൻ്റെ പിതാവും മുൻപ് ഹജ്ജിന് വരികയായിരുന്നു. വഴിമധ്യേ എൻ്റെ പിതാവ് മരണപ്പെട്ടതോടുകൂടെ എൻ്റെ പിതാവിൻ്റെ മുഖമാകെ വിവർണമായി ഒരു